എന്തായാലും ഈ ഒരു ഡിഷ് എൻ്റെ ഒരു ഫേവറേറ്റായി മാറി ഇപ്പോൾ കൊച്ചിയിൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ കുറേ നാട് വരണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഫൈനലി ഹംസാസ് നേച്ചർ. ഒരു പഴയ തറവാട് പോലത്തെ ഒരു വീട് മോഡിഫൈ ചെയ്ത് റെസ്റ്റോറൻ്റ് ആക്കിയ ഒരു സീനാണ് ഈ സംഭവം. ഭയങ്കര ഹോംലി ഫീൽ കാണുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ എൻ്റെ പഴയ തറവാടൊക്കെ ഓർമ്മ വന്ന ഒരു വൈബായിരുന്നു എനിക്ക്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഷോപ്പിൻ്റെ ടൈമിങ്സ്, അതുപോലെ തന്നെ വില പട്ടിക ഇവിടെ ഉണ്ട്. മെനു അത് മുടിഞ്ഞ് തിരക്കാണ്ട് പുറത്തിരുന്നു. വാഴയില വിളമ്പി, ചൊറുക്ക് വെച്ച സാലഡ്, അച്ചാറ്, ഗ്രേവി എല്ലാം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. എത്ര മണിക്ക് എടുത്ത് കഴിക്കാം. തിരക്കാണ്ട് ഷെയർഡ് സീറ്റിംഗ് കിട്ടിയത്. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന 2 പിള്ളേരും നല്ല വൈബായിരുന്നു. ഒരു ഒന്നിച്ച് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന 2 ഫ്രണ്ട്സാണ്. എനിക്ക് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടം, പക്ഷേ അത് വെള്ളമോട്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് നിവർത്തുമ്പോൾ ഇടയ്ക്ക് ഒടിഞ്ഞ് പൊട്ടിപ്പോവും. അപ്പോൾ മൂഡ് പോവും. ഐഫോണിൻ്റെ പുതിയ അപ്ഡേറ്റ് കിടുവായതുകൊണ്ട് റെക്കോർഡിംഗ് നിൽക്കുമ്പോൾ റെക്കോർഡിംഗ് ആയില്ല. അപ്പോൾ നെയ്ച്ചോറ് വന്നത് മിസ്സായി. ഇതാണ് നെയ്ച്ചോറ്. മെനുവിൽ അവർ എഴുതിയിരിക്കുന്നത് വയറ് നിറച്ച നെയ്ച്ചോറിന്. അതുകൊണ്ട് ഞാൻ അൺലിമിറ്റഡ് ആയിട്ട് ഇത് കിട്ടും. എൻ്റെ വൈഫ് പിന്നെ ഫുഡ് വന്നാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. പിന്നെ ബീഫ് എന്തായാലും അപ്പോഴേക്കും വന്നു. ബീഫ് എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. എഞ്ചിനീയറിംഗ് പഠിച്ച 4 കൊല്ലം അങ്കമാലിയിൽ നിന്ന് നല്ല പോർക്കും നല്ല ബീഫ് വിന്താലും കഴിച്ച എനിക്ക് ഈ വിന്താലും തീരെ ബോധിച്ചില്ല. നല്ല മുരിങ്ങയുടെ തോലും ചൊറുക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി ടൈപ്പ് വിന്താലുമാണ് എനിക്കിഷ്ടം. എനിക്ക് ആ ഒരു വൈബ് ഈ വിന്താലും നിന്ന് കിട്ടിയേയില്ല എന്നുള്ളതാണ് സത്യം. കൊതിയോടെ ആഗ്രഹിച്ച് വന്ന എൻ്റെ മൂഡ് പോയി. ഞാൻ അതവിടെ തുറന്നു പറയുന്നു. നെയ്ച്ചോറ് അൺലിമിറ്റഡ് ആയതുകൊണ്ട് ചേട്ടൻ പാത്രം കൊണ്ട് വന്ന്. അപ്പോൾ ഞാൻ ഇത് എന്തുകൂട്ടി കഴിക്കൂടാന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ താരം അങ്ങോട്ട് വന്ന് മൂടങ്ങ് മാറ്റി. ഡെസ്പായിട്ടിരുന്ന എൻ്റെ മൂടങ്ങ് മാറ്റിക്കളഞ്ഞ ഈ സാധനം. ഇതാണ് കാന്താരി ബീഫ് കേട്ടോ. ബീഫ് പള്ളിക്കറി എന്ന് പറഞ്ഞ സാധനം ജനറലി എനിക്ക് വലിയ ഇഷ്ടമല്ല ഇപ്പോൾ. പിന്നെ ചിക്കൻ കറികളൊന്നും കഴിക്കാനും എനിക്കിപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിഷ് ഓർഡർ ചെയ്തത്. ഈ ഡിഷ് എൻ്റെ കിളി വർത്തി എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ഫുൾ എക്സ്പീരിയൻസ് തന്നെ ഉൾട്ടയാക്കി ഇവിടെ. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഡിഷ്. കൊച്ചിയിലെ തന്നെ ബീഫ് ഡിഷസിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയിപ്പോൾ ഇത്. ഇവർ ഫുഡ് വേറെ എവിടെയോ സെൻട്രൽ കിച്ചൺ വെച്ച് അവിടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ഡിഷ് എൻ്റെ ഒരു ഫേവറേറ്റായി മാറിയിപ്പോൾ കൊച്ചിയിൽ. അതുകൊണ്ട് തന്നെ ഞാനിത് വടിച്ച് തുടച്ച് തീർത്ത്. അനുപയാണ് വിന്താലും കഴിച്ച് തീർത്തത്. നെയ്ച്ചോറ് എനിക്ക് ആവറേജ് ആയിട്ടാണ് ഫീൽ ആയത്. നെയ്യ് എത്രത്തോളമൊന്നും എനിക്ക് ഫീൽ ആയില്ല. കട്ടി കൂടിയുള്ള ഒരു അരിയായിട്ടാണ് ഫീൽ ആയത്. ചെറിയ അരി കട്ടി കൂടിയത് എനിക്ക് തീരെ ഇഷ്ടമല്ല പൊതുവേ. വേവ് ചിലപ്പോൾ അന്നത്തെ പ്രോബ്ലം ആയിരിക്കും അരിയുടെ. എന്തായാലും വാല്യൂ ഫോർ മണിയാണ്, കാരണം ഇത് അൺലിമിറ്റഡ് ആണ്. ഞാനിത് കൂടാതെ വേറെ കുറേ ഐറ്റംസും വീട്ടിലേക്ക് വാങ്ങിച്ചു നോക്കി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കാന്താരി ബീഫ് തന്നെയാണ്. മറ്റുള്ള കറിയൊക്കെ എനിക്ക് ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ. വിന്താലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് പ്രൈസ് ആയത്. പെയ്ഡ് വ്ളോഗേഴ്സിൻ്റെ പെയ്ഡ് തട്ടിപ്പ് വീഡിയോസ് കണ്ടിട്ട് വരുമ്പോഴാണ് കൂടുതൽ എക്സ്പെക്റ്റേഷൻസും ആ എക്സ്പെക്റ്റേഷൻസും മീറ്റ് ചെയ്യാത്തതെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഗേഴ്സ്, എൻ്റെ പണ്ടത്തെ ഓണത്ത് തറവാട് ഓർമ്മ വന്ന് അതുപോലെ ഇരിക്കുന്നത് കാണാനിവിടെ. എന്തോ ഒരു സ്പെഷ്യൽ വൈബല്ലേ ഇവിടെ. അകത്ത് പിന്നെ പാട്ടായതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് ഇത്ര നേരം. എനിക്ക് ഇവിടുത്തെ എല്ലാ സാധനങ്ങളെക്കാളും ഇഷ്ടപ്പെട്ടത് ബീഫ് കാന്താരി ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, കിട്ടില്ല സാധനം. താരം അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബീഫ് പള്ളിക്കറി എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല. ബീഫ് കാന്താരി ഡ്രൈ ഫ്രൈ, BDF കാന്താരി ഫ്രൈ എന്നൊക്കെ പറയുന്നത് അല്ലേ, അങ്ങനെ പറയുന്നത്. BKDF എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്രയും ബില്ല് വന്നത്. വേറെ ഒന്നുമല്ല, പാർസൽ മേടിച്ചിട്ടാണ് ഞങ്ങൾ കഴിച്ചതെല്ലാം. ഞങ്ങൾ പാർസൽ മേടിച്ചു അല്ലേ? പള്ളിക്കറിയാണ് മേടിച്ചത്. ഓക്കെ, കാന്താരി മേടിച്ച്. അപ്പോൾ നമ്മുടെ വിന്താലുവിന് പകരം പള്ളിക്കറി മേടിച്ച്. വിന്താലും എനിക്ക് ജസ്റ്റ് ഒരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ. അവളെ കാര്യം പറയാം, അവൾക്ക് ഇഷ്ടപ്പെട്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇവർക്ക് കാർ പാർക്കിംഗ് ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോഴാണ്. അതായത് ഇവിടെ ഈ നിറത്തിലൊരു വീടുണ്ട്. ആ വീടിനോട് ചേർന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ടച്ച് ഫുഡ്. പൈപ്പ് ലൈൻ ക്രോസ് റോഡ് എന്ന് പറഞ്ഞ ഇവിടെ റോഡുണ്ട്. ബൈ ദ വേ ഇത് പൈപ്പ് ലൈനിലാണ് ഈ കട. ഗൂഗിളിൽ ഹംസാസ് നെയ്ച്ചോറിന് അടിച്ചാൽ കിട്ടോട്ടെ കട ലൊക്കേഷൻ. ഇതിൻ്റെ അറ്റത്ത് കാണുന്നതാണ് ഇവരുടെ കാർ പാർക്കിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ കാന്താരി ബീഫ് എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓടിപ്പടച്ച് വന്ന് ഇവിടെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തേക്ക് കയറാൻ നിൽക്കരുത്. ഞങ്ങൾ പൈസ കൊടുത്ത് കഴിക്കാൻ പോകുന്ന ഫുഡിൻ്റെ അഭിപ്രായം ഞങ്ങളുടെ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഫുഡ് ബ്ലോഗേഴ്സ് ആണെന്നല്ല. ഞങ്ങൾ കഴിക്കുന്ന ഫുഡോ റെസ്റ്റോറൻറ്റോ ഒന്നും ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം.